കതിരുണ്ട്, പതിരുണ്ട്. കതിരേത് പതിരേതും തിരിച്ചറിയാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവണ്ടേ? വേണോ വേണ്ടയോ? അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഇതേ ശൂന്യത തന്നെയാണ് ലൈംഗികതയുടെ മൂർധന്യാവസ്ഥയിൽ ആ ഒരു പടുകൂറ്റൻ ശൂന്യതയിലേക്കാണ് എന്ത് സംഭവിക്കുന്നത്? എത്തിപ്പെടുന്നത്. അപ്പൊ ഏതൊരു വ്യക്തി സുഖം എന്ന് പറഞ്ഞ്, അത് ലൈംഗികതയിൽ മാത്രമല്ല, ഏതൊരു നമ്മളൊരു ടോയ്ലറ്റിൽ പോവുകയാണെങ്കിൽ, യൂറിൻ പാസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ തൊട്ടുള്ള എല്ലാ പ്രവൃത്തിയിലും അതിന്റെ പീക്ക് ലെവലിൽ എത്തുമ്പോൾ, അത് ചിലപ്പം ഈ കറങ്ങുന്ന പേനെ പിടിക്കാൻ പോകുന്ന പോലെയാണ്. ഈ കറങ്ങുന്ന പേനെ നമുക്ക് പിടിക്കാൻ പറ്റുമോ? പിടിക്കണമെങ്കിൽ അത്രയും ഷാർപ്പായിട്ടുള്ള അവയർനെസ് ഉണ്ടാവണം അല്ലേ? ആ ലീഫിന്റെ കൗണ്ട് കറക്റ്റായി പിടിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ. അപ്പൊ അത്രയും അലേർട്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. എന്ന പോലെയാണ് ഈ നിമിഷ നേരത്തിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന സുഖത്തെ മനസ്സിലാക്കണമെങ്കിൽ അത്രയും ക്ലിയർ ആയിട്ടുള്ള അവയർനെസ് നമുക്ക് ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ഉറക്കം ഞാൻ നിങ്ങൾക്ക് ലളിതമായി മനസ്സിലാക്കി. ധ്യാനം, യഥാർത്ഥ ധ്യാനത്തിൽ സംഭവിക്കുന്നത്, ഭക്തി പ്രാർത്ഥനയിൽ സംഭവിക്കുന്നത്, ഭോഗത്തിൽ ലൈംഗികതയുടെ മൂർധന്യാവസ്ഥയിൽ സംഭവിക്കുന്നത്, അങ്ങനെ ഇതെല്ലാത്തിലും അതിന്റെ പീക്ക് മൊമെന്റിൽ നമ്മൾ എത്തുന്ന അവസ്ഥ എന്ന് പറയുന്നത് എല്ലാം മറന്ന ഒന്നുമില്ലാത്തൊരവസ്ഥ ആണോ അല്ലയോ? അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയാൽ മാത്രമേ നമുക്ക് സുഖം എന്ന് പറയാൻ പറ്റൂ. അല്ലെങ്കിൽ അതിനെന്ത് പറയാൻ പറ്റില്ല. അപ്പൊ ഒരു വ്യക്തി ശൂന്യതയിലേക്ക് എത്തുന്ന, ആകാശ തത്വത്തിലേക്ക് എത്തുന്ന അവസ്ഥയെ സുഖം എന്ന് വിശേഷിപ്പിക്കുന്നു. ഈ സുഖം എന്നതിന്റെ മറ്റൊരു പേരാണ് ബോധം. അതുകൊണ്ടാണ് ബോധോദയം സംഭവിച്ച ബുദ്ധൻ പോലും എന്തിനു പോകുന്നത്? സുഖം തേടി മൗനമായി ഇരിക്കാൻ പോയി. ഒന്നും മിണ്ടാതിരിക്കുന്നതിന്റെ കാരണം എന്താണ്? സുഖം അല്ലെങ്കിൽ ഈ ബോധം എവിടെയായിരിക്കുന്നത്? ശൂന്യതയിലാണെന്ന് തിരിച്ചറിവുള്ളത് കൊണ്ടാണ്. മൗനമായി ഇരിക്കുന്നതിലാണ് സുഖമുള്ളതെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ബോധോദയമുള്ള ആളുകളെല്ലാം ധ്യാനത്തിലേക്ക് പോകുന്നതിന്റെ പിന്നിലെ സീക്രട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ബോധം എന്നത് ആകാശ തത്വത്തിന്റെ കോൺട്രിബ്യൂഷനും സ്വഭാവവും, വ്യക്തിത്വം എന്നത് വായുവിന്റെ സ്വഭാവവും, അറിവെന്നത് അഗ്നിയുടെ സ്വഭാവവും, മനസ്സെന്നത് ജലത്തിന്റെ സ്വഭാവവും, ഈ ഭൗതിക അറ്റാച്ച്മെന്റ് എന്നത് ഭൂമി തത്വത്തിന്റെ സ്വഭാവവുമാവും. ഇതിലേത് കൂടി നിൽക്കുന്നോ അവർക്ക് അതിന്റെ സ്വഭാവം ഉണ്ടാവും. ക്ലിയർ ആയോ? അപ്പോ പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് നമ്മുടെ സ്വഭാവം ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടോ? ഇല്ല. ആദ്യം പറഞ്ഞു പഞ്ചഭൂതങ്ങളുടെ ഭൗതിക ശരീരത്തിൽ നിന്ന് നമ്മുടെ ഭൗതിക ശരീരം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. പഞ്ചഭൂതങ്ങളുടെ സ്വഭാവ ശരീരത്തിൽ നിന്ന് നമ്മുടെ സ്വഭാവ ശരീരം ഉണ്ടാകുന്നത് എങ്ങനെ പറഞ്ഞു അല്ലേ? ഇനി ഒരേ പോയിന്റ് കൂടിയേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഈ ടോപ്പിക് ഇവിടെ നിർത്തിയിട്ട് ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് നമുക്ക് യോഗ എന്നുള്ളതിനെ കണക്ട് ചെയ്യാം. മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളുടെയും കാരണ ശരീരത്തിൽ നിന്നും നമ്മുടെ കാരണ ശരീരം ഉണ്ടാവുന്നത് എങ്ങനെ? അത് പറയണോ വേണ്ടോ? അമ്മയുടെ പേര് രമണി. ഈ രമണി എന്ന് പറഞ്ഞ അമ്മയ്ക്ക് രക്തം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ബ്ലഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ബ്ലഡ് ഉണ്ടാക്കാൻ അറിയോ? ഇല്ല. ബ്ലഡ് ഉണ്ടാക്കാൻ അറിയോ? രക്തം ഇല്ല. ഉറപ്പല്ലേ? നമുക്കൊരു കാര്യം, നമുക്കൊരു ബ്ലേഡ് എടുത്തിട്ട് ചെറുതായിട്ട് വിരലൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അല്ല, ആ ബ്ലഡ് എവിടെ നിന്ന് വരുന്നത്? ശരീരത്തിൽ നിന്ന്. ഇതാരാ ഉണ്ടാക്കിയത്? ഈ കൈ മുറിച്ചു കഴിഞ്ഞാൽ ആ ബ്ലഡ് കയ്യിൽ നിന്ന് വരണമെങ്കിൽ ഈ ബ്ലഡ് ആരാണ് ഉണ്ടാക്കിയത്? ചിന്തിക്കൂ. ചിന്തിപ്പിക്കാൻ വേണ്ടിയാണല്ലോ ഈ ചോദ്യം ചോദിച്ചത്. അതാണല്ലോ, അഗ്നി കുറവുള്ളത് കൊണ്ടാണല്ലോ ചോദിച്ചത്. ഈ ഒരു മിനിറ്റ്, ഞാൻ ചോദിക്കട്ടെ എനിക്ക് അത് അറിയാം, പക്ഷെ ചോദിച്ചിട്ട് വരട്ടെ. ഈ വിരൽ മുറിച്ചാൽ ഈ കയ്യിൽ ബ്ലഡ് വരണമെങ്കിൽ അതാരാണ് ഉണ്ടാക്കിയത്? അല്ല, അതവിടെ ഇരിക്കട്ടെ. കയ്യിൽ രമണി എന്ന് പറഞ്ഞ അമ്മയുടെ ശരീരത്തിലെ ബ്ലഡ് ആരുണ്ടാക്കി? വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. രമണി എന്ന് പറഞ്ഞ വ്യക്തിയുടെ കൈ മുറിച്ചപ്പോൾ വന്ന ബ്ലഡ് ആരുണ്ടാക്കി? ഈ ശരീരം ഈ രമണി എന്ന് പറഞ്ഞ വ്യക്തിയിൽ ഈ ശരീരം ഉൾപ്പെടുമോ ഇല്ലയോ? ഉറപ്പല്ലേ? അപ്പൊ രമണി എന്ന് പറഞ്ഞ വ്യക്തിക്ക് ബ്ലഡ് ഉണ്ടാക്കാൻ അറിയുമെന്നാണോ ഇല്ല എന്നാണോ ചോദിച്ചത്?
അറിയില്ല. അറിയുമെന്നാണോ അറിയില്ല? കുതിരവട്ടം പപ്പുവിന്റെ ഡയലോഗ് എടുത്തിട്ടുണ്ട് അല്ലേ? അറിയും. കിഡ്നി ഉണ്ടാക്കാൻ അറിയോ? കിഡ്നി ഉണ്ടാക്കണം എങ്ങനെയാണെന്നറിയോ? കിഡ്നി ഉണ്ടാക്കണം എങ്ങനെയാണെന്നറിയോ? നമുക്കൊന്ന് അടുത്ത് നോക്കിയ കിഡ്നി ഉണ്ടോന്നറിയോ? ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ ബ്ലഡ് തന്നെ പറയാൻ കാരണം. ആദ്യമേ കിഡ്നി ചോദിച്ചാൽ ചിലപ്പോ ഈ ഉത്തരം വരും. തലച്ചോറിന് ഉണ്ടാക്കാൻ അറിയോ? അതും ഉണ്ടാവുന്ന സംശയമാണോ? ശരി, ബോധ്യമുള്ള. ഞാൻ ചോദിച്ചോട്ടെ, എങ്ങനെയാണ് ഈ പറഞ്ഞ കിഡ്നിയും ബ്ലഡും ഒക്കെ ഉണ്ടാവുന്നത്? ഉദാഹരണത്തിന് നമ്മൾ ഡെയിലി ഒരു 1/2 ഗ്ലാസ് ബ്ലഡും ഒരു ചെറിയ കഷ്ണം കിഡ്നിയും ഒരു കുറച്ച് ബ്രെയിനും പിന്നെ കുറച്ച് ഹാർട്ടും ഒക്കെ അകത്തിട്ട് കൊടുത്തിട്ടാണോ അത് ഉണ്ടാക്കുന്നത്? അത് ദഹിച്ചു പോകും. അത് അട്ടി കൊടുത്ത് നോക്കിയിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, ഈ പറഞ്ഞ ശരീരത്തിലെ കിഡ്നിയെ നിലനിർത്താൻ, ഈ ബ്രെയിനിനെ നിലനിർത്താൻ, ബ്ലഡിനെ നിലനിർത്താൻ, ഈ പറഞ്ഞ അവയവങ്ങളൊക്കെ നിലനിർത്താൻ അതിന്റെയൊക്കെ ചെറിയ ചെറിയ പീസ് ഡെയിലി ഇട്ട് കൊടുത്തിട്ടാണോ അതിനെ വളർത്തുന്നത്? പിന്നെ എന്ത് കൊടുത്തിട്ടാണ് ഇതിനെ നിലനിർത്തുന്നത്? ഞാൻ വീണ്ടും ചോദിക്കുന്ന കാര്യം, ഇതെല്ലാം നിലനിർത്താൻ വേണ്ടി നമ്മൾ ആകെ എന്താണ് കൊടുക്കാറുള്ളത്? ഭക്ഷണം മാത്രമല്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം, നിങ്ങൾ എങ്ങനെയെന്ന് എനിക്കറിയില്ല, ഭൂമിദത്തമായ ആഹാരം, വെള്ളം, ചൂട്, കാറ്റ്, ഉറക്കം അല്ലെങ്കിൽ വിശ്രമം, ഈ 5 കാര്യങ്ങൾ കൊടുത്താണ് ഞാൻ എൻ്റെ ഈ ശരീരത്തെ ഇതുപോലെ നിലനിർത്തുന്നത്. നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണോ? ആണോ? എന്ന് വെച്ചാൽ ഈ പഞ്ചഭൂതങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. പക്ഷെ ഈ പഞ്ചഭൂതങ്ങൾ ഉപയോഗിച്ച് ഇത്രയും സമഗ്രമായ, ഇത്രയും വലിയൊരു പ്രോസസ്സ് നടത്തി, ഇത്രയും ബ്രില്യന്റ് ആയ ഒരു എഞ്ചിനീയറിംഗ് നടത്തി ഒരായുസ് മുഴുവൻ ഈ ശരീരത്തെ സംരക്ഷിക്കണമെങ്കിൽ, ഈ സിസ്റ്റത്തെ ഇത്ര കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ, ഈ പഞ്ചഭൂതങ്ങളെ കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്ത ഒരാളാണോ ഇതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്? ഇത് എന്താണ് എന്ന് കൃത്യമായി അറിയുന്ന ഒരാളാണോ ഇതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്? ഞാൻ ചോദിക്കുന്നത്, നമ്മൾ കൊടുക്കുന്ന ഈ 5നെയും എടുത്ത് രക്തമാക്കുന്നു, ഹാർട്ടാക്കുന്നു, ബ്രെയിൻ ആക്കുന്നു തൊട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഉണ്ടാക്കുന്നത് ഈ പഞ്ചഭൂതങ്ങളെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാൾക്കാണോ അത് കഴിയുക, അതോ വ്യക്തമായി അറിയുന്ന ഒരാൾക്കാണോ അതിന് കഴിയുക? ഉറപ്പല്ലേ? ഉറപ്പല്ലേ? എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു ഹോട്ടലിൽ ജോലിക്ക് പോകുന്ന, അപ്പൊ അവിടെ ഒരു പൊറോട്ട മാസ്റ്റർ എന്ന് വിചാരിക്കാം. അയാൾക്ക് ഒരു 10 കിലോ മാവ് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ഭംഗിയായിട്ട് അതിന് എന്ത് ചെയ്യും? പൊറോട്ട അടിക്കേണ്ടത് പൊറോട്ട അടിച്ച്. അപ്പൊ എന്താ വെച്ചാൽ ഈ മൈദയെ കൊണ്ടുവന്ന് എങ്ങനെ അത് പലഹാരം ഉണ്ടാക്കി മാറ്റണം എന്നുള്ള കൃത്യമായ ടെക്നോളജി അറിയുന്ന ഒരാളല്ലേ ഇത് കൈകാര്യം ചെയ്യുന്നത്? ആണോ അല്ലയോ? അങ്ങനെയെങ്കിൽ ഈ പഞ്ചഭൂതങ്ങളെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഈ ശരീരത്തെ ഇത്ര കൃത്യമായി നിലനിർത്തുകയും ഈ ശരീരത്തെ ഇത്ര കൃത്യമായി പ്രവർത്തിപ്പിക്കുകയും ഒരായുസ് മുഴുവൻ ഒരാളുടെയും ഔദാര്യമില്ലാതെ നമ്മളെ നിലനിർത്തണമെങ്കിൽ ഈ പഞ്ചഭൂതങ്ങളെ കുറിച്ച് അറിയാത്ത ഒരാളാണോ, വ്യക്തമായി അറിയുന്ന ഒരാളാണോ അത് കൈകാര്യം ചെയ്യുന്നത്? ആയിരിക്കണം. ഉറപ്പല്ലേ? അതിൽ തർക്കമൊന്നുമില്ലല്ലോ. ഇനി ഒരു കാര്യം പറയാം. നിങ്ങൾ ഒരു വീട്ടിൽ കുട്ടിയുടെ ബർത്ത്ഡേ എന്ന് വിചാരിക്കാം. ഈ ബർത്ത്ഡേക്ക് ഒരു കേക്ക് ഓർഡർ ചെയ്യാം. ഈ കേക്ക് ഓർഡർ ചെയ്തിട്ട് നമ്മൾ കടയിൽ പോയി നോക്കുമ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. പക്ഷെ ആ കേക്ക് നമുക്ക് തരുന്ന സമയത്ത് ഒരു പ്രശ്നമുള്ളത് വെച്ചാൽ അതിൽ നിന്നും ഒരു പീസ് മുറിച്ച് മാറ്റി, ഒരാൾക്ക് കഴിക്കാൻ പാടുള്ള ഒരു പീസ് മുറിച്ച് മാറ്റി വെച്ചിട്ട് ആ വലിയ കേക്ക് നമ്മുടെ കയ്യിൽ തന്നാൽ നമ്മൾ സ്വീകരിക്കും. ബർത്ത്ഡേക്ക് കൊണ്ടുപോയി കട്ട് ചെയ്യാനുള്ളതാണ്. പക്ഷെ അതിൽ എന്ത് സംഭവിച്ചു? ഒരാൾക്ക് കഴിക്കാൻ പാടുള്ള ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റി, എന്നിട്ട് ആ മുറിയോ അടയാളമുള്ള ഒരു പീസ് കേക്ക് നമുക്ക് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മൾ അത് വാങ്ങിയിട്ട് വരുമോ? വാങ്ങിയിട്ട് വരുമോ? നമ്മുടെ കാര്യം പറഞ്ഞാൽ മതി. അത്രേ ഉള്ളൂ. നമുക്ക് അതിന് പൂർണ്ണതയില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യില്ല, വാങ്ങിക്കില്ല. അതന്നല്ലേ ഉത്തരം. കാരണം എന്താ വെച്ചാൽ അതിനൊരു പൂർണ്ണതയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ വാങ്ങിക്കില്ല. ആ ഒരു ഭാഗം അവിടെ ഇരിക്കട്ടെ, ഞാൻ അതിലേക്ക് വരാം. ഇനി അടുത്തൊരു ഓപ്ഷൻ കൂടി പറയാണ്. നിങ്ങളൊരു ബേക്കറിയിൽ കയറുന്നു, ഒരു കണ്ണാടിക്കൂട്ടിനുള്ളിൽ ഒരു കേക്ക് വെച്ചിരിക്കുന്നു, നല്ല നല്ല ഭംഗിയുള്ള കേക്ക്. അത് കണ്ടപ്പോൾ കഴിക്കണം എന്ന് നല്ലൊരു ആഗ്രഹം തോന്നി. പക്ഷെ അത് മുഴുവൻ കണ്ണാടിക്കൂട്ടിലും ചില്ലിട്ട് മൂടി വെച്ചിരിക്കുകയാണ്. അതിൽ നമുക്ക് തൊടാൻ യാതൊരു നിർവാഹവും ഇല്ല. പക്ഷെ ഒരു ഓപ്ഷൻ ഉള്ളത്, അതിന്റെ ഏറ്റവും മേലെ
ആ കേക്കിൽ നിന്നും മുറിച്ച് മാറ്റി ഒരു പീസ് കേക്ക് ഒരു പ്ലേറ്റിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ആ കേക്കിൽ നിന്നും മുറിച്ച് മാറ്റി ഒരു പീസ് കേക്ക് അവിടെ വെച്ചിട്ടുണ്ട്, അതിന് മുകളിൽ ഒരു പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്, വേണമെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ പ്ലേറ്റിലെ കേക്ക് നിങ്ങൾക്ക് കഴിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് വെക്കാം. നിങ്ങൾക്ക് കണ്ണാടിക്കൂട്ടിലെ കേക്ക് കഴിക്കണം ആഗ്രഹമുണ്ട്, അതിലൊരു പീസ് പ്ലേറ്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ഭംഗിയായി കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ്? നമ്മുടെ ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ട കാര്യം എന്താണ്? സിമ്പിൾ അല്ലേ? അല്ലാതെ ഈ മുകളിലെ പീസിനെ അങ്ങനെ തന്നെ വെച്ചിട്ട് കണ്ണാടിക്കൂട്ടിൽ നോക്കി ദുഃഖിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഉറപ്പല്ലേ? ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ കണ്ണാടിക്കൂട്ടിലിരിക്കുന്ന കേക്ക് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെ പഞ്ചഭൂതങ്ങളെയും സൃഷ്ടിച്ച കാരണ ശരീരമാണെങ്കിൽ അതിൽ നിന്ന് മുറിച്ചു മാറ്റിയ ഒരു പീസ് കേക്കാണ് നമ്മുടെ അകത്തിരിക്കുന്നത്. എവിടെ ഇരിക്കുന്നത്? നമ്മുടെ അകത്തിരിക്കുന്നത്. ഇത്രയും സങ്കീർണമായ ഒരു ആയുസ് മുഴുവൻ നമ്മൾ ഇത്രയും കൃത്യതയോടുകൂടി പ്രവർത്തിപ്പിക്കുന്ന, എല്ലാം അറിയുന്ന ഒരു പൂർണ്ണതയുള്ള ഒരു ശക്തി എവിടെ ഇരിപ്പുണ്ട്? ഇത്രയും അടുത്തിരിക്കുമ്പോൾ പ്ലേറ്റിൽ, അതായത് മേലെ പ്ലേറ്റിൽ ഒരു പീസ് കേക്ക് വെച്ചിരിക്കുമ്പോൾ നിങ്ങൾ ആ പ്ലേറ്റിലെ കേക്കിനെ കാണാതെ കണ്ണാടിക്കൂട്ടിലെ കേക്കിൽ നോക്കി കണ്ണീര് വിടുന്നത് പോലെയാണ് അകത്തിരിക്കുന്ന ശക്തിയെ അറിയാതെ പുറത്ത് ആരെ തേടുന്നത്? ഈശ്വരനെ തേടുന്നത്. അല്ലെങ്കിൽ പുറത്തുള്ള ഈശ്വരനെ അന്വേഷിച്ചിട്ട് ഒരു കാര്യവുമില്ല. കണ്ടാൽ കേക്കാണെന്ന് പറയാനേ പറ്റൂ. അതെന്താണെന്ന് അറിയണമെങ്കിൽ അത് ഭക്ഷിച്ചേ പറ്റൂ. അതിനുള്ള ഏറ്റവും നല്ല അവസരം എന്താണ്? പ്ലേറ്റിലുള്ള കേക്ക് വേഗം എടുത്ത് ഭക്ഷിക്കുക എന്നുള്ളതാണ്. അറിവും ബുദ്ധിയും വിവേകമുള്ളവർ എന്ത് ചെയ്യും? കയ്യിൽ വേഗം കിട്ടിയ ആ പീസ് കേക്ക് കഴിച്ച് തൃപ്തി അറിഞ്ഞിട്ട് ഇതിനെ നോക്കി ബായി പറഞ്ഞിട്ട് വരും. അല്ലാത്തവരെന്ത് ചെയ്യും? മുകളിൽ കേക്ക് കാണാത്ത പോലെ ഇരുന്നിട്ട് താഴത്തെ കേക്കിനെ നോക്കി കണ്ണീര് വിടുക തന്നെ ചെയ്യും. എന്ന പോലെയാണ് അവനവന്റെ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഒരായുസ് മുഴുവൻ നമ്മളെ സംരക്ഷിക്കാൻ ഇത്ര അഘോരത്വം പണിയെടുക്കുന്ന ഈ ചൈതന്യം അല്ലെങ്കിൽ ഈ ശക്തിയെ തിരിച്ചറിയാതെ പുറമേയുള്ള ഈശ്വരന് വേണ്ടി അലിയുകയും തമ്മിത്തല്ലുകയും അതിനുവേണ്ടി കോലാഹലവും കെട്ടുകയും എന്നാൽ അകത്തിരിക്കുന്നതിനെ പരിഗണിക്കാതെയും പോകുന്നവരുടെ അവസ്ഥ എന്ന് പറയുന്ന അവസാനം കണ്ണീരും കൈയോടുകൂടി നിൽക്കേണ്ടി വരും. കേക്ക് കണ്ടോ ചോദിച്ചാൽ കണ്ടു എന്നേ പറയാൻ പറ്റുള്ളൂ. കഴിച്ചവന്റെ അനുഭൂതി എന്ത് ചെയ്യില്ല. അപ്പൊ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് വേഗം പ്ലേറ്റിലിരിക്കുന്ന കേക്ക് എടുത്ത് കഴിക്കുക എന്നുള്ളതാണ്. ആണോ അല്ലോ? എന്ന് വെച്ചാൽ ഒരായുസ് മുഴുവൻ ഇത്ര കൃത്യമായി നമ്മുടെ ശരീരത്തെ നിർമ്മിച്ച് സംരക്ഷിച്ച് പ്രവർത്തിപ്പിച്ചു കൊണ്ടുപോകുന്ന എല്ലാം അറിയുന്ന ഒരു ശക്തി അകത്തുണ്ടെന്നുള്ള ബോധ്യം വന്ന് ആ ശക്തിയെ തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട ഉത്തരവാദിത്വം. അവനവനെ അറിയാതെ ഈ ലോകത്ത് എന്ത് പഠിച്ചിട്ടും കാര്യമില്ല. നിങ്ങൾ ഇനി എന്തെല്ലാം പഠിച്ചിട്ടോ ഒരു പ്രയോജനമില്ല. ആദ്യം പഠിക്കേണ്ട അറിവ് ഏത് തന്നെയാണ്? ഈ എല്ലാം അറിയുന്ന ഒരു ശക്തി എവിടെ ഉണ്ടെന്ന് അറിയണം. വേണോ വേണ്ടയോ? ഇത് അറിയാത്തിടത്തോളം കാലം നിങ്ങൾ എന്ത് പഠിച്ചിട്ടും കാര്യമില്ല, ഞാൻ ഗ്യാരണ്ടി ആയി. ഇനിയിപ്പോ അത് ഭക്തി ആയിക്കോട്ടെ, യുക്തി ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഒന്നിനും കാര്യമില്ല. ഭക്തിയാണെങ്കിൽ ഭ്രാന്തിലേക്ക് പോകും, യുക്തിയാണെങ്കിൽ അഹങ്കാരത്തിലേക്കും പോകും. അവനവനെ അറിയാത്ത ഭക്തിയോ അവനവനെ അറിയാത്ത യുക്തിയോ എന്തു തന്നെ ആയിക്കോട്ടെ, അത് അഹങ്കാരത്തിലോ അല്ലെങ്കിൽ ഭ്രമത്തിലോ ഭ്രാന്തിലോ പോകുന്നുള്ളതിനപ്പുറത്തേക്ക് അത് എവിടേക്ക് പോവില്ല. എന്നാൽ അവനവനെ അറിഞ്ഞുകൊണ്ടുള്ളൊരു ഭക്തിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? യാഥാർത്ഥ്യങ്ങളിലേക്ക് പോകാൻ പറ്റൂ. ക്ലിയർ ആണോ? അപ്പോ ഒരായുസ് മുഴുവൻ അതാവണം എന്ന് പറയാം. സങ്കല്പിച്ചത് കൊണ്ട് കാര്യമില്ലല്ലോ. നോക്കാം, അത് മനസ്സെന്താണെന്നറിയണ്ടേ? നോക്കാം. അപ്പോ ഇനി ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് വരാം. ആ വലിയ കേക്ക് ഓർഡർ ചെയ്തിട്ട് നിങ്ങൾ പോയി നോക്കിയപ്പോ ഒരു പീസ് മുറിച്ച് മാറ്റിയത് കാരണം നമ്മൾ എന്ത് ചെയ്യില്ല പറഞ്ഞു, അതിന് കൈപ്പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കൊരു ഓപ്ഷനാണ്, വേറെ ഏതെങ്കിലും ഒരു കേക്കിൽ നിന്ന് ഒരു പീസ് മുറിച്ചിട്ട് ഈ കേക്കിലേക്ക് ജോയിൻ ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വീകരിച്ചിട്ട് വരുമോ? ഇല്ല, പറ്റില്ല. കാരണം അത് ടേസ്റ്റും ഫ്ലേവറും ഒക്കെ വേറെയാണ്, അതുകൊണ്ട് തന്നെ പറ്റില്ല. ഇനി അല്ല, അതല്ല ഞാൻ അത് രണ്ട് ഓപ്ഷൻ. ഞാൻ സബ്ജക്റ്റ് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നന്മ ഞാൻ മനസ്സിലാക്കുന്നു, ഇല്ല ഞാൻ പറയുന്നില്ല. ഉദാഹരണം വരുമ്പോ കണ്ടന്റും വിടാൻ പാടില്ലല്ലോ. ഇനി കേക്ക് സാധനം
അതെ, ആ മനസ്സ് ഇമോഷൻസ്. ഇനി കേക്ക് ആർക്കും കിട്ടാതെ സങ്കടപ്പെടണ്ടല്ലോ പറഞ്ഞിട്ടാണ്. കിട്ടും, പരിഹരിക്കണ്ട, അതൊക്കെ സങ്കടം ഇല്ലാതെ പരിഹരിക്കാം. അപ്പോ ഇനി രണ്ടാമത്തെ ഒരു ഓപ്ഷൻ, ഇതിൽ നിന്ന് മുറിച്ചു മാറ്റിയ ഒരു കേക്കിനെ വേറെ ഏതെങ്കിലും ഒരു പീസ് ഒരു കേക്കിലേക്ക് ജോയിൻ ചെയ്ത് തന്നാൽ നമ്മൾ സ്വീകരിക്കുമോ? ഇല്ല. ഇവിടെ ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ. എന്താണ്? ഏത് കേക്കിൽ നിന്നും ഏത് പീസാണോ മുറിച്ചു മാറ്റിയത്, അതേ പീസിനെ എവിടെ നിന്നാണോ മുറിച്ചു മാറ്റിയത് അവിടേക്ക് കൊണ്ട് ചേർത്ത് വെച്ചിട്ട് ആ അടയാളം പോലും ഇല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യണം? ക്രീമൊക്കെ ഇട്ട് ഫില്ല് ചെയ്ത് തന്നാലല്ലേ നമ്മൾ ആ കേക്കിന് തിരിച്ച് വാങ്ങിക്കുള്ളൂ. ആണോ അല്ലയോ? അല്ലാത്ത വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? എന്ന പോലെയാണ് ഈ പഞ്ചഭൂതങ്ങളെയും സൃഷ്ടിച്ച കാരണ ശരീരമാകുന്ന വലിയ കേക്കിൽ നിന്നും മുറിച്ചു മാറ്റിയ ഒരു പീസ് കേക്കാണ് നമ്മുടെ അകത്തിരിക്കുന്ന കാരണ ശരീരം എന്ന് പറയുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ നമ്മളെ മുറിച്ചു മാറ്റിയ ഒരു അടയാളം ഇപ്പോൾ എവിടെ അവശേഷിക്കുന്നുണ്ട്? ആ വലിയ കേക്കിൽ അവശേഷിക്കുന്നുണ്ടോ ഇല്ലയോ? ഉണ്ടാവണ്ടേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളിപ്പോ ക്ലാസ്സിലിരിക്കുന്നു, ഒരു കുഴപ്പമില്ല. നിങ്ങളെയും കാത്തൊരാൾ താഴെ വെയിറ്റ് ചെയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര തൃപ്തിയോടെ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റുമോ? ഇടയിൽ കൂടെ നോക്കി നോക്കി ഇപ്പൊ വരാനില്ല ഒരു സമാധാനം ഉണ്ടാവില്ല അല്ലെ? ഇതുപോലെ തന്നെയാണ് നീ ഏതൊന്നിനെ തേടുന്നോ അത് നിന്നെയും തേടുന്നു എന്നാണ്. ഈ അകത്തിരിക്കുന്ന കാരണ ശരീരം അതിനെ എവിടെ നിന്നാണോ മുറിച്ചു മാറ്റി അവിടെ ഒരു അടയാളം അവശേഷിക്കുന്നിടത്തോളം കാലം ഇതിന് ഇവിടെ സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുമോ? കാരണം എന്താണ്? അവിടെ ആ ഒരു മുറിവ്, ഒരു അടയാളം അവിടെ അവശേഷിക്കുന്നതോടുകൂടി ആ വലിയ കാരണ ശരീരവും ആ വലിയ കേക്കും പൂർണ്ണതയിലല്ല, ഈ ചെറിയ പീസ് കേക്കും എന്തല്ല? പൂർണ്ണതയിലല്ല. ഈ അപൂർണതയിലുള്ള രണ്ട് ശക്തികൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? കാത്തിരിപ്പാണ്. എന്തിനു വേണ്ടി? പൂർണ്ണതയിലേക്ക് എത്താൻ. ആണോ അല്ലേ? ഒരു ശിഷ്യൻ നല്ല ഗുരുവിനെ തേടി നടക്കുന്ന സമയം ഒരു ഗുരു അവിടെ എന്തിനേയും കാത്തിരിക്കുന്നുണ്ട്? ഒരു നല്ല ശിഷ്യനെയും കാത്തിരിപ്പുണ്ടോ ഇല്ലയോ? ഇതുപോലെ നമ്മുടെ അകത്തിരിക്കുന്ന കാരണ ശരീരത്തിന് അതിന്റെ ഉറവിടത്തിലേക്ക് പോകാനുള്ള വെമ്പലിന്റെ മെയിൻ കാരണം അതിന്റെ ഉറവിടത്തിൽ നിന്നൊരു ക്ഷണം അവിടെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അവിടെ ഒരു മുറിവ് അടയാളം അവിടെ അവശേഷിക്കുന്നിടത്തോളം കാലം അതും അപൂർണമാണ്. അപൂർണതയോടുകൂടി എന്നും അധികകാലം നിലനിൽക്കില്ല അല്ലെ? അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ അകത്തിരിക്കുന്ന ഈ കാരണ ശരീരത്തിന് അതിനെ എവിടെ നിന്നാണോ മുറിച്ചു മാറ്റിയത് അവിടേക്ക് പോയി റീജോയിൻ ആവുന്നത് വരെയും നമ്മൾ ഈ അലച്ചിൽ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കേണ്ടി വരും? സെർച്ചിങ്. ഇതല്ല ഇതാണ് വിചാരിക്കും യഥാർത്ഥം. എന്ത് കിട്ടിയാലും അവസാനം ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇതല്ല പറഞ്ഞ് നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യേണ്ടി വരും? എന്ത് തന്നെ കിട്ടിക്കോട്ടെ, ഇനിയിപ്പോ നിങ്ങളെ കൊണ്ട് പ്രധാനമന്ത്രിയുടെ പദവിയിൽ ഇരുത്തിക്കോട്ടെ, ലോകം ഭരിക്കുന്ന രാജാവൊക്കെ ഇരുത്തിക്കോട്ടെ, അപ്പോഴും പറയും എന്തോ ഒരു അസ്വസ്ഥത, എന്തോ ഒരു ബുദ്ധിമുട്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു? താൽക്കാലികമായിട്ട് എന്തൊക്കെയോ കിട്ടുന്നുണ്ടെങ്കിലും എന്തോ ഒരു ഡിസ്റ്റർബൻസ് കാരണം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റാതെ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? മൂവ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടോ ഇല്ലയോ? ഒരു പൂർണ്ണത അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒരു നിർവൃതി അല്ലെങ്കിൽ പൂർണ്ണത ഉണ്ടാവണമെങ്കിൽ നമ്മളെ എവിടെ നിന്നാണോ അടർത്തി മാറ്റിയത് അതിലേക്ക് പോയി റീജോയിൻ ആയി ആ അടയാളം പോലും ഇല്ലാത്ത വിധത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ചേർന്ന് അതിന്റെ ഭാഗമായി മാറിയേ പറ്റൂ. ഇല്ലാത്തിടത്തോളം കാലം നമ്മൾ എന്തായി മാറും? അപൂർണമായി മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ അങ്ങനെ അതില് റീജോയിൻ ആവണമെങ്കിൽ, അതിലേക്ക് പോകണമെങ്കിൽ ഈ പീസ് കേക്ക് ഏതിൽ നിന്ന് വന്നു എന്നുള്ള ബോധമെങ്കിലും വേണ്ടേ? അതിനാദ്യം എന്ത് വേണം? അകത്തിരിക്കുന്ന കേക്കിനെ കുറിച്ചുള്ള നല്ല ബോധം ആദ്യം വേണം. അതുണ്ടെങ്കിൽ മാത്രമേ അതിന് പോകേണ്ട വഴികളെ കുറിച്ചും അറിയുള്ളൂ. ഇപ്പോ അമ്മയുടെ വീട് ഇവിടെ അടുത്തല്ലേ? കയ്യിൽ കാശും വായിൽ നാവും ഉണ്ടെങ്കിൽ വേറെ ഏത് നാട്ടിൽ കൊണ്ട് വിട്ടാലും നമ്മൾ തെരഞ്ഞു പിടിച്ച് നമ്മുടെ നാട് എത്തുമോ ഇല്ലയോ? സ്വന്തം നാട് എത്തുമോ ഇല്ലയോ? കാരണം വേറെ ആർക്കും നമ്മുടെ വീട്ടിനെ കുറിച്ച് ബോധമില്ലെങ്കിലും അവനവന്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴിയെ കുറിച്ച് നല്ല ബോധം ഉണ്ടാവില്ലേ? ഇതുപോലെയാണ് ഈ അകത്തിരിക്കുന്ന കാരണ ശരീരത്തിന് അതിന്റെ ഉറവിടത്തിലേക്ക് പോകാനുള്ള വഴി കൃത്യമായിട്ട് അറിയും എന്നുള്ളതാണ് യഥാർത്ഥം. അതറിയും എന്നതാണ് നമ്മുടെ ദുഃഖത്തിന്റെ കാരണം. നമ്മുടെ ഉള്ളിലുള്ള ശക്തിക്ക് അതിനെവിടെയാണ് പോകേണ്ടത് എന്ന് കൃത്യമായി അറിയും എന്നുള്ളതാണ് നമ്മുടെ നിത്യദുഃഖത്തിന്റെ കാരണം. മനസ്സിലായില്ല?
അതായത് ഈ പാർട്ടി CPM പ്രസ്ഥാനത്തിലൊക്കെ പറയുന്ന പോലെ ഏറ്റവും ടോപ്പിലുള്ള ആളുകളുണ്ടല്ലോ, പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, മുതിർന്ന ഉത്തരവാദിത്തങ്ങൾക്ക് കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ കണക്ട് ചെയ്യുന്നത് മേൽഘടകങ്ങളായിരിക്കും അല്ലെ, മേൽ കമ്മിറ്റി ഘടകങ്ങളായിരിക്കും. ഇവിടെ ലോക്കലിലുള്ള ആളുകളുമായിട്ട് കണക്ട് ചെയ്യുന്നത് ആരായിരിക്കും? ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായിരിക്കും. ആണോ അല്ലയോ? ഇത് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ ഒരിക്കലും പാർട്ടി വിമർശിക്കാനോ അങ്ങനെയൊന്നും അല്ല, നിങ്ങൾക്ക് എക്സാമ്പിൾ മനസ്സിലാവട്ടെ. അപ്പോൾ ഇവിടെ സാധാരണ ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ